ഹായ് പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് നമ്മുടെ BSNL ലാൻഡ് ഫോണിൻ്റെ ബില്ല് പേ ചെയ്യാനുള്ള ഓൺലൈൻ ഓപ്ഷനിലേക്കാണ്. നമുക്ക് ഇത് വളരെ ഉപകാരപ്രദമായ ഒരു ഓപ്ഷനാണ്. നമ്മളുടെ നാട്ടിലുള്ള സാധാരണക്കാർ ഇപ്പോൾ ചെയ്യുന്നത്, പ്രായമായ വീട്ടിലുള്ള ആൾക്കാരാണെങ്കിൽ പോലും അവർ ഡയറക്റ്റ് നമ്മുടെ BSNL ഓഫീസുകളിലേക്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസുകളിലേക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ബാങ്കുകളിലും പോയാണ് BSNL നമ്മുടെ ലാൻഡ് ഫോണിൻ്റെ ബില്ല് പേയ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് അവിടെ പോകാതെ തന്നെ ഇൻ്റർനെറ്റിനെ ആശ്രയിച്ച് പേ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതെങ്ങനെ എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. നിങ്ങളുടെ ശ്രദ്ധ അപ്പോൾ ഇന്ന് ക്ഷണിക്കുന്നത് BSNL ലാൻഡ് ഫോൺ നമുക്ക് പേ ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളതാണ്. നമ്മൾക്കിപ്പോൾ നമ്മൾ ഡയറക്റ്റ് പോകണമെന്നില്ല, ആൾ വേണമെന്നില്ല, നമുക്ക് നമ്പറും അതിൻ്റെ അക്കൗണ്ട് നമ്പർ ഡീറ്റെയിൽസൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ദൂരെ ഇരുന്ന ഒരാൾക്ക് പേ ചെയ്യാം. ഇപ്പോൾ നമ്മൾ മാതാപിതാക്കൾ തനിയെ വീട്ടിൽ താമസിക്കുന്നവർക്കും മക്കൾക്ക് ദൂരെ നിന്ന് പേ ചെയ്യാൻ സാധിക്കും. അതുമല്ല ഗൾഫിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അവിടെ നിന്ന് പോലും ഇതിനകത്തുനിന്ന് പേ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതെങ്ങനെ എന്നുള്ളതിനെ പറ്റി ഇനി കാണിച്ചു തരാൻ ആഗ്രഹിക്കുന്നു. BSNLന്റെ സൈറ്റ്, അതായത് പോർട്ടൽ 3.bsnl.in/myportal എന്ന സൈറ്റ് പേജിലേക്ക് പോവുക. നമുക്ക് ഈ പേജ് ഗൂഗിളിൽ ഡയറക്റ്റ് BSNL ബിൽ പേയ്മെന്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന പേജാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അതിന്റെ ഹോം പേജ് ഇങ്ങനെയാണ് വരുന്നത്. ആ ഹോം പേജിൽ വന്നു കഴിഞ്ഞിട്ട് ഇതാണ് ഹോം പേജ്. നമുക്ക് ലാൻഡ് ലൈൻ ഓപ്ഷൻ ഉണ്ട്, മൊബൈൽ റീചാർജ് ചെയ്യാം, അങ്ങനെ പല ഓപ്ഷനുകൾ ഇതിനകത്തുണ്ട്. നമ്മുടെ ബില്ല് നമുക്ക് നോക്കാൻ പറ്റും. അതിൽ ലാൻഡ് ലൈൻ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് ലാൻഡ് ലൈൻ ഓപ്ഷനിലേക്ക് നമ്മൾ പോകുന്നതാണ്. ലാൻഡ് ലൈൻ ഓപ്ഷനിൽ ഇത് രജിസ്റ്റർ ചെയ്തൊരു അക്കൗണ്ട് കിടക്കുന്നുണ്ടാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ എന്നുള്ള ഓപ്ഷനിലേക്ക് പോവുക. അതിനകത്ത് ഇങ്ങനെയാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇപ്പം നമ്മൾ ഓൾറെഡി ഒരു നമ്പർ ഇവിടെ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതല്ലെങ്കിൽ നമുക്ക് ആഡ് ന്യൂ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പുതിയൊരു നമ്പർ ഇവിടെ ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കുക. നമ്മുടെ ഫോൺ നമ്പർ വിത്ത് STD കോഡ്, അതിന് 0 ചേർക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം നമ്മുടെ ഒരു ഇമെയിൽ ID കൊടുക്കുക. കോൺടാക്ട് നമ്പർ, ഇപ്പം ബിൽ പേയ്മെന്റ് നടക്കാതെ വരിക എന്തെങ്കിലും ആണെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ ഒരു നമ്പർ, ഒരു മൊബൈൽ നമ്പർ കൊടുക്കുന്നതാണ് ഇവിടെ ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് SMS വരുന്നതാണ്. പിന്നെ ഈ കോഡ് അടിക്കുക, സബ്മിറ്റ് കൊടുക്കുക. അങ്ങനെ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ ഡീറ്റെയിൽസ് ഈ സൈറ്റ് ഓൾറെഡി സേവ് ചെയ്ത് വെക്കുകയും അതിനുശേഷം നമ്മളിവിടെ കാണിക്കുകയും ചെയ്യും. നമുക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസ് ഓൾറെഡി തനിയെ ഫില്ലായി കഴിഞ്ഞു. ഡീറ്റെയിൽസ് ഫില്ലായതിനു ശേഷം നമുക്ക് ഈ കോഡ് ഇവിടെ അടിക്കുക. ഈ കാണുന്ന കോഡ് നമ്മൾ ഈ കോളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കാണുന്നത് ഓക്കെ. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുക്കുമ്പോൾ നമ്മൾക്ക് നമ്മുടെ ബില്ല് എമൗണ്ട് കാണിച്ചു തരും. ലാൻഡ് ഫോൺ നമ്പർ, നമ്മളുടെ ആരുടെ പേരിലാണോ ഫോൺ കണക്ഷൻ ഉള്ളത് ആ ആളുടെ പേര്, നമ്മുടെ ബില്ല് എമൗണ്ട് പേ ബൈ ഡേറ്റ് എന്താണ് അതും അവിടെ കാണിച്ചു തരും. അതിനുശേഷം നമുക്ക് നമ്മുടെ ഒരു അക്കൗണ്ട് നമ്പർ ഉണ്ട്, അത് നേരത്തെ നമ്മൾ കൊടുക്കേണ്ടതാണ്. നമ്മുടെ ലാൻഡ് ഫോൺ വരുന്ന ഉടനെ അതിനകത്ത് നമ്മുടെ കസ്റ്റമർ ID കഴിഞ്ഞാൽ തൊട്ട് താഴെ അക്കൗണ്ട് നമ്പർ എന്ന് പറഞ്ഞിട്ടൊരു നമ്പറുണ്ട്. ആ നമ്പറോടാണ് നമ്മൾ കൊടുക്കേണ്ടത്, അതാണ് കാണിച്ചു തന്നിരിക്കുന്നത്. അത് പിന്നെ ഇൻവോയ്സ് നമ്പർ, പിന്നെ ഇൻവോയ്സ് ഡേറ്റ് എന്നാണ് വന്നിട്ടുള്ളത്. ഏത് സ്റ്റേറ്റിലെയാണ് നമ്മൾ കൊടുത്ത കോൺടാക്ട് നമ്പർ ഏതാണ് അത് കൊടുത്തു കഴിഞ്ഞാൽ പേ നൗ എന്നുള്ള ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത പേജിലേക്ക് നമ്മൾ റീഡയറക്റ്റ് ചെയ്യുന്നതാണ്. അതായത് നമ്മൾ ഏത് ഓപ്ഷനിലാണ് പേ ചെയ്യേണ്ടത് എന്ന് നമ്മളോട് ചോദിക്കും. അവിടെ നമ്മൾ ഒന്നുകിൽ ഏതെങ്കിലും നമ്മൾ ഇന്റർനെറ്റ് ബാങ്കിങ് ആക്ടിവേറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ബാങ്കിന്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡിൽ നിന്ന് ഡയറക്റ്റ് ATM ഉള്ള ഒരു ബാങ്ക് ഉണ്ടെങ്കിൽ ATMൽ നമുക്ക് പേ ചെയ്യാൻ സാധിക്കും. ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ ക്രെഡിറ്റ് കാർഡിൽ മാസ്റ്റർ, വിസ, ഈ അമേരിക്കൻ എക്സ്പ്രസ് നമ്മളിവിടെ അവൈലബിൾ ആയ ഇത്ര ഓപ്ഷൻസ് ആണുള്ളത്. അതിൽ നമുക്ക് പേ ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഡെബിറ്റ് കാർഡ്, മാസ്റ്റർ കാർഡ്, വിസ കാർഡ് സാധാരണ ഇവിടെ ഉള്ളതാണ്. റുപേ നമ്മൾക്ക് സാധാരണ ഇവിടെ ഉള്ളതല്ല. റുപേയിൽ നമുക്ക് പേ ചെയ്യാൻ സാധിക്കും. മിക്ക ബാങ്കുകളുടെയും കാർഡ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് വിസ, മാസ്റ്റർ അല്ലെങ്കിൽ മാസ്ട്രോ ആണ്. അത് മൂന്നും നമുക്ക് ഇതിൽ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കും. അല്ല ഇന്റർനെറ്റ് ബാങ്കിങ് ആണെങ്കിൽ അതിന് നമ്മുടെ ഏത് ബാങ്കാണോ ബാങ്ക് സെലക്ട് ചെയ്യുക. അവിടെ നമ്മൾ പേയ്മെന്റ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് മെസ്സേജ് ഉൾപ്പെടെ ലഭിക്കുന്നതാണ്. ഈ കാര്യം ഞാൻ എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. നിങ്ങൾക്ക് വിദേശത്തുള്ളവർ, അല്ലെങ്കിൽ മാതാപിതാക്കൾ ഒപ്പമില്ലാത്തവർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പോലും പോയി അടയ്ക്കാൻ സമയമില്ലാത്ത ആർക്കും ഇത് പ്രയോജനപ്പെടുത്തും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്സുകൾ അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന, മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമാകും എന്ന് വിശ്വസിക്കുന്ന എന്തെങ്കിലും ടിപ്സുകളും കൂടി അത് നിങ്ങൾക്ക് gtbarts@gmail.com എന്ന ഇമെയിൽ IDയിലേക്ക് അയച്ചു തരാവുന്നതാണ്. നിങ്ങളുടെ എഡിറ്റുകളിൽ കൂടെ പരിശോധിച്ച് പബ്ലിഷ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ പബ്ലിഷ് ചെയ്യും എന്നറിയിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.